ദൈവത്തെ നന്നാക്കാനല്ല. നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിനൊരു നേട്ടവുമില്ല, നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിനൊരു കോട്ടവുമില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളെ സംസ്കരിക്കാൻ വേണ്ടി. അത്തരത്തിലുള്ളൊരു സാംസ്കാരികമായ പരിപ്രേക്ഷ്യം വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഉത്സവ പറമ്പുകൾ എന്ന് പറയുന്നത് നന്മയുടെയും ധർമ്മത്തിൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും പരിശീലന കേന്ദ്രമാവണം. അല്ലാതെ അഹന്തയുടെയും അട്ടഹാസത്തിന്റെയും വെറുപ്പിന്റെയും മദ്യപാനത്തിന്റെയും കുടിച്ചു തരയുന്നതിന്റെയും കേന്ദ്രമായിട്ട് നമ്മുടെ ഉത്സവങ്ങൾ മാറിയാൽ സംസ്കാരം നശിച്ചു പോകും. അതുകൊണ്ട് സാംസ്കാരിക പരിപ്രേക്ഷ്യത്തോടു കൂടി നമ്മുടെ കുട്ടികളെ കൊണ്ടുവരിക. ഇവിടുത്തെ ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് അവരെ കൊണ്ടുപോവുക, അവരുടെ ഭാഗമാക്കാവുക. അങ്ങനെ അവരുടെ സംസ്കാരം ഈ മണ്ണുമായി ചേർന്ന് നിൽക്കട്ടെ, വേര് പിടിക്കട്ടെ. അവരുടെ നാടിന്റെ സംസ്കാരവുമായി വേര് പിടിക്കാത്തത് കൊണ്ടാണ് കുട്ടികൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് സ്ഥലം വിടുന്നത്, ലണ്ടനിൽ പോകുന്നു, അമേരിക്കയിൽ പോകുന്നു, കാനഡയിൽ പോകുന്നു. കാരണം അടരുവാൻ വയ്യ എന്നൊരു കവിത കേട്ടിട്ടില്ലേ നിങ്ങൾ? ദൈവത്തിന്റെ വികൃതികൾ എന്ന സിനിമയിലെ എം മുകുന്ദന്റെ കഥയെ ആസ്പദമാക്കി അതിൽ ഇരുളിൻ മഹാനിദ്രയിൽ നിന്ന് എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്, മനോഹരമായി. ആ കവിതയിൽ അടരുവാൻ വയ്യ, നിന്നാത്മഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് എനിക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ മണ്ണുമായിട്ട് ഹൃദയം കണക്ട് ചെയ്യണം. അത്തരത്തിൽ നമ്മുടെ പ്രദേശത്തിന്റെ സംസ്കാരവുമായിട്ട് നമ്മുടെ പുതിയ തലമുറയെ ബന്ധിപ്പിക്കുന്ന മനോഹരമായ ചടങ്ങായിട്ട് ഇവിടുത്തെ ഉത്സവം മാറ്റിയെടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ 8 മണിക്ക് പോകുമെന്ന് പറഞ്ഞു. എനിക്കൊരു ട്രെയിനിന് പോകാനുണ്ട്. അപ്പോൾ